ഈ കുട്ടി ഒരു സുഹൃത്തിനോടൊപ്പം ഒരു കാറിൽ വെറുതെ ഇരുന്നു എന്നുള്ളതല്ലേ പ്രശ്നം. അവൾക്ക് ഇഷ്ടമുള്ള പോലെ അവൾ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ണൂരുള്ള കൂട്ടുകാരുടെ അടുക്കലോട്ട് ഒറ്റ പോക്ക വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. പിന്നെ ഈ തള്ളയില്ലാതെ വളർന്നതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടവന്. ഞാൻ ഈ ഫൈസൽ എന്ന് പറയുന്ന ആളായിട്ട് സംസാരിച്ചായിരുന്നു. നല്ലൊരു മനുഷ്യൻ. ഇവർ ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പോൾ ജോലിയുടെ കാര്യത്തിന് വേണ്ടി നേരിട്ട് കാണാൻ പോയതാണ്. എൻ്റെ പ്രിയ, എനിക്കത് മനസ്സിലായി. പക്ഷെ ആ കാര്യം അവനോടൊന്ന് പറഞ്ഞിട്ടങ്ങ് പൊയ്ക്കൂടായിരുന്നു. ആ ഒറ്റ കാര്യത്തിലാണ് അവൻ്റെ വാശി, ഇല്ലയോ? അതെ, എനിക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ എന്നോട് തന്നെ പോയി അന്വേഷിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഞാൻ എന്തിനാ പോകുന്ന കാര്യം പറയണ്ടേ? അല്ലെങ്കിൽ തന്നെ അങ്ങർക്ക് മാത്രം മതി കരിയർ ആംബിഷനൊക്കെ. ഭാര്യമാരെപ്പോഴും ഇങ്ങനെ ഭർത്താക്കന്മാർക്ക് വെച്ചോളെങ്കിൽ അവരുടെ സൗകര്യം നോക്കി നിന്നോണം. കുട്ടി ഒന്ന് വിളിച്ച് ക്ഷമ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ജോലിക്ക് ശ്രമിക്കാൻ പോയതിന് എന്തിനു ക്ഷമ പറയണം? സ്ത്രീകൾ സ്വയം പര്യാപ്തരാണ്, അല്ലാതെ എന്നും ഭർത്താവിനെതിരെ കഴിയരുത്. അങ്ങനെ ഭർത്താക്കന്മാർ ചിന്തിച്ചാൽ ജീവിതകാലം മുഴുവൻ അടിമകളായി കൂടെ കഴിയേണ്ടി വരും. അതെ, ഞാൻ അവരോട് വിവാഹം കഴിക്കാത്തത്. കാരണം എനിക്ക് ആരും അടിമകളൊക്കെ ഇഷ്ടമല്ല. ചേട്ടാ, ഇതൊരു കോംപ്രമൈസ് ചർച്ചയല്ലേ? അതായത് സംസാരിക്കാൻ വേണ്ടിയല്ല നമ്മൾക്ക് ഇവിടെ ഇരിക്കുന്നത്. ഇത് നമുക്ക് പരസ്പരം സംസാരിച്ചൊരു തീരുമാനം എടുക്കാം. നിങ്ങൾ സംസാരിക്കൂ, നിങ്ങൾ തീരുമാനം എടുക്കൂ. പക്ഷേ ഇദ്ദേഹത്തിന് എവിടെ? ഇദ്ദേഹത്തിനോട് എന്താ പ്രസക്തി? ഹൈ, എന്താണ് പ്രസക്തി? ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ വിവാഹിതരുടെ പ്രശ്നങ്ങൾ ഇദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്യും? ഫേക്ക്. അതായത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ വിവാഹം കഴിക്കാത്ത ആൾക്കാർക്ക് മാനസികമായി സ്വാമി ക്ഷമിക്കണം. ഇതൊക്കെ നിന്റെയൊക്കെ സ്ഥിരം പരിപാടിയാണല്ലേ? ആര് പറഞ്ഞിട്ട് അടിയാണ്? ചേച്ചിയാ? ചേച്ചി പറഞ്ഞ് ചെയ്യുവോ? നിന്നോട് പറഞ്ഞില്ലടി ചെയ്യരുതെന്ന്. എന്ത് വിടാൻ? എന്ത് കയ്യെ പിടിച്ചെന്തിനാ? എപ്പാ തോന്നി ദിവസം പറയുന്നോ? കൈ പിടിച്ചെന്നാ പിടിച്ചില്ലേ? നീയൊക്കെ കൊമ്മളെ വിട്ടിരുന്നോട്ടാ. ഞാൻ അവളെ കൈ കയറി പിടിച്ചടാ, അവളെ കൈയോടെ പിടിച്ചടാ. ഞാൻ ചെല്ലുമ്പളേ അഴുക്കളില്ലേ, ഫ്ലാറ്റിലെ മൊത്തം അഴുക്കളും കുത്തി കാണലേക്കൂറിനെ. എടാ, കുടുംബത്തിലെ വനിതയില്ലേ, അവളുടെ അനിയത്തി. നിങ്ങളെ സഹോദരി ഒരുത്തക്കറി പിടിച്ചെന്നാ? ആര്? ഒരു ചുവന്ന ഷർട്ടിട്ട് ഒരുത്തൻ. ചുമന്ന ഷർട്ട്? എന്താ പ്രശ്നം? ഇവരുടെ സഹോദരി ഒരുത്തൻ അവിടെ വെച്ചിട്ട് കൈ കയറി പിടിച്ചിട്ട് ഹലോ പ്രിയൻ സാറേ, ഇവിടെ ആകെ പ്രശ്നമാ. എന്തു പറ്റി? സുനിതയുടെ കൈ കയറി പിടിച്ചെന്ന് പറഞ്ഞ് വനിത ഷമീറിനെ തല്ലി. അയ്യോ, നിങ്ങൾ ആരും ഉണ്ടായില്ല ഒന്ന് തടുക്കാൻ? ഇല്ല, ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് അവർ അടിച്ചെന്നേ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും സാറേ? എന്ത് ചെയ്യാൻ? എല്ലാ പ്രശ്നങ്ങളും കൂടി വണ്ടി പിടിച്ച് എൻ്റെ ഏരിയല്ലേ വരുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ. പ്രിയൻ ഇപ്പോൾ വരും, ചാടിക്കറി ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടല്ലോ. ഇതാ വരുന്നുണ്ട്. പ്രിയ, ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞങ്ങൾ വന്ന്. കേൾക്കുമ്പോൾ നീ ഞെട്ടരുത്. ഓൾറെഡി ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. പറഞ്ഞോ. അതെങ്ങനെ പറയുക? നീ പറ. ചേട്ടൻ തന്നെ പറ. ആരെങ്കിലും പറയേ, ഒന്ന് പറ. നമ്മൾ പ്ലാൻ ചെയ്ത പ്രൊജക്റ്റ് ഇല്ലേ, ആ, അത് മിക്കവാറും ഓക്കെ ആവും. ആണോ? ആ, ജോർജേട്ടൻ കഥ കേട്ടു. പുള്ളി വളരെ ഹാപ്പിയാണ്. ഇനി നാളെ വൈകുന്നേരം മമ്മൂക്കയും കൂടെ കഥ കേട്ട് കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ മമ്മൂക്ക മറ്റന്നാള് ദുബായിലേക്ക് പോവാ. അപ്പൊ നാളെ വൈകുന്നേരം തന്നെ ഇത് പറയണം. പറയാം. കൂടെ നിക്കണേ.
പിന്നെ പ്രിയേട്ടാ, ഹലോ. എനിക്ക് നിങ്ങളുടെ ഓട്ടം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പറയാം, വേറെ ഒരു പരിപാടി ഏറ്റുപിടിച്ചില്ല. നമ്മുടെ ലൈഫ് ചേഞ്ച് ആവാൻ കിട്ടുന്ന ഒരു ഞാൻ വരും, അവസരം എന്തായാലും. വൈകാതെ അങ്ങത്തൂല്ലേ? എത്താം. ഓക്കെ അല്ലേ? ചേട്ടാ അപ്പൊ ഇറങ്ങാം. മറക്കണ്ട, നാളെ വൈകുന്നേരം. ശരി. യമനക്കറ പ്രൊജക്ട് ഒന്ന് ഓണായാൽ മതിയായിരുന്നു. ഹലോ. ഹലോ പ്രിയൻ, ആ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ ഞാൻ നാളെ തന്നെ പോരെ. ശരി സർ. ഓക്കെ. ഹലോ അമ്മ, അതെ നാളെ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലേ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ കുട്ടനോട് പറഞ്ഞിട്ടുണ്ട്, കുട്ടൻ നിങ്ങൾ പിക്ക് ചെയ്യാൻ അങ്ങോട്ടേക്ക് വരുവേ. അതെ ഞാൻ വഴിയിൽ നിന്ന് പിക്ക് ചെയ്തോളാം. ഇല്ല അമ്മേ, ഇല്ല ഒരു പ്രശ്നമില്ല. ഇല്ല അമ്മേ, ഇല്ല കേട്ടോ. അങ്ങനൊന്നുമില്ല. ശരി. നാളെ അച്ഛനമ്മ വരുന്നുണ്ടല്ലോ, ഓക്കെ അല്ലേ? എന്റെ അച്ഛനമ്മ വരുന്നത് എനിക്ക് ഇഷ്ടമല്ലേ? അച്ഛനും അമ്മയും വരുന്ന ഇഷ്ടമല്ലാന്ന് ഞാൻ എപ്പോഴെങ്കിലും പ്രിയനോട് പറഞ്ഞിട്ടുണ്ടോ? പ്രിയന് ബാക്കി എല്ലാ കാര്യത്തിനും സമയമുണ്ട്, ഞങ്ങളുടെ കാര്യത്തിന് മാത്രം സമയമില്ല. പ്രിയനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഒന്ന് ശ്രീജിത്തിനെ വിളിക്കാൻ. അവൻ നാളെ ദുബായ് പോവാറിയോ? അവനെന്തിനാ ദുബായി പോണ? അതുപോലെ നിങ്ങൾക്കറിയില്ല. അവൻ കീർത്തിക്ക് മെസ്സേജ് അയച്ച് അവൻ 6 മാസത്തെ ഡെപ്യൂട്ടേഷന് ദുബായ് പോവാന്ന്. അവിടെ പോയ അവരെ ഡിവോഴ്സ് ഫയൽ ചെയ്യാലോ. എന്റെ അനിയത്തി ആയതുകൊണ്ടല്ലേ പ്രിയനൊരു കെയർ ഇല്ലാത്ത. നീ എന്നാ അങ്ങനെ പറയണ? അവളുടെ കാര്യത്തിൽ എനിക്കില്ല കൺസേൺ. ഞാൻ വിളിച്ചോളാം, ശ്രീജിത്തിനെ ഞാൻ വിളിച്ചോളാം. പ്രിയടൻ ബാക്കി എല്ലാ കാര്യത്തിനും ഓടുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ പ്രിയടൻ എത്ര സമയം എടുത്താ ചെയ്യുന്നതെന്നറിയോ? ഇത് അതുപോലത്തെ കാര്യമാണോ? ഇതെന്റെ അനിയത്തിയുടെ കാര്യമല്ല, അവളുടെ ലൈഫിന്റെ കാര്യമല്ലേ? നാളെ എപ്പോഴാണ് ശ്രീജിത്ത് പോകുന്നത്? എപ്പോഴാ ഫ്ലൈറ്റ്? എപ്പോഴാ? നാളെ ഉച്ചയ്ക്ക് എങ്ങാണ്ടാ ഫ്ലൈറ്റ്. ഞാൻ നാളെ ശ്രീജിത്തിനെ വിളിച്ച് ഉച്ചയ്ക്ക് ഞാൻ പോയി കണ്ടോളാം. ഓക്കെ, ഞാൻ എന്തായാലും പോയി കണ്ടോളാം. ഓക്കെ, നീ ആ വിഷയം വിട്. ഹാപ്പി ആയിട്ടിരിക്കും മോളെ. അമ്മയോട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ. ആ, ഹാപ്പി ആയിട്ടിരിക്കേ. പ്രസ് ചെയ്തു. നാളെ മോളുടെ മീറ്റിംഗ് ആണ്, PTA മീറ്റിംഗ്. നാളെ മറന്നു? ഇല്ല, ഞാൻ എങ്ങനെ മറക്കാൻ? നാളെ 9:00-ക്കല്ലേ? നീ ലീവ് എടുത്തല്ലേ? നാളെ നമ്മൾ ഒരുമിച്ച് പോകുന്നു, മീറ്റിംഗ് നടത്തുന്നു, ഐസ്ക്രീം കഴിക്കുന്നു. എന്താ നോക്കുന്നേ? പോപ്കോൺ അവിടെ ഇല്ല, ഇപ്പൊ തരില്ല. ഇപ്പൊ കഴിച്ചു കഴിഞ്ഞല്ലേ ഉള്ളൂ. വിനു, അൺനോൺ നമ്പർ ആണല്ലോ. ഹലോ. പ്രിയദർശനല്ലേ? അതെ. ഇത് കാക്കനാട് പോലീസ് സ്റ്റേഷനാണ്. എന്ത് സർ? താൻ നാളെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. SI തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം? നിങ്ങളുടെ ഫ്ലാറ്റിലെ ഡ്രൈനേജ് ഇഷ്യൂ താൻ നാളെ 9 മണിയാകുമ്പോൾ സ്റ്റേഷനിലെത്തണം. സർ, ഞാൻ മറ്റന്നാൾ വന്നാൽ മതി സർ. നാളെ എനിക്ക് ചെറിയ തിരക്കുണ്ട്. തന്റെ സൗകര്യത്തിനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. താൻ മര്യാദക്ക് വന്നില്ലേ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടു. ഓക്കെ സർ. കൊച്ചിന്റെ PTA മീറ്റിങ്ങിന് നിനക്കൊന്ന് പോകാൻ പറ്റുമോ? സ്റ്റേഷനിൽ നിന്ന് വിളിച്ചേ. കേറാങ്ങോട്ട്. അച്ഛൻ വന്നില്ല. വന്നിട്ട് എന്തിനാ?